എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒത്തുകൂടിയതാണ് കേട്ടോ. കൊറേ ദിവസമായി സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നേ എല്ലാവർക്കും ഒരുമിക്കണം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നീണ്ട് ഈ ദിവസം വരെ എത്തി. അപ്പൊ അമ്മ രാവിലെ പോകുന്നതാണ്, പിന്നെ പിന്നാലെ ഞങ്ങളും പോന്നു. അപ്പൊ ചോറിനലൊക്കെ കഴിഞ്ഞു കേട്ടോ, 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറിന് ചക്കക്കൂട്ടാനും ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വന്നത് തന്നെ ചോറിക്കാണ്, അത് കാരണം അപ്പൊ വിശേഷം ഒന്നും കാണിച്ചില്ല. പിന്നെ മാത്രമല്ല ഇവിടെ കറണ്ട് ഇല്ല, അപ്പൊ ഇരുട്ടായപ്പോ അങ്ങനെ കാണിക്കാന്ന കേട്ടോ. ഇപ്പൊ ദാ സന്ധ്യച്ചി മാങ്ങയൊക്കെ മസാല ആക്കി തരാൻ പോകും, മുളകും പൊടി ഉപ്പൊക്കെ ഇട്ട് അല്ലെ. മഴയത്ത് കുരുമുളക് പൊടി ഇടണം. നമ്മള് ഈ കാക്കയെ കുത്തിയറിയില്ലേ മാങ്ങാത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കാക്ക കൊത്തിയതും അപ്പൊ അതൊക്കെ ചെത്തിച്ചിട്ട് കർക്കിടക മാസമായാല് കർക്കിടക മാസമായാല് ഇങ്ങനെ മഴ പെയ്യുമ്പോണ്ടല്ലോ എന്റെ പറ്റത്തില്ല. ചക്കത്തോരുണ്ട് മാങ്ങാത്തോരുണ്ട് പിന്നെ അതൊക്കെ ഓർമ്മയിട്ടോ. അപ്പൊ ആരും ഒന്നും ചെയ്യൂല, മാങ്ങ കിട്ടിയാ ഇങ്ങനെ ചെയ്യും. തലേനെ അപ്പൊ നമ്മളെവിടെ എത്തി? നമ്മളെ കുഞ്ഞുവാവ് ഉറങ്ങുകയാണ് കേട്ടോ. ഇതിനെ സ്വാദിന്റെ ഉള്ളില് കുട്ടികളൊക്കെ ഉണ്ട്. മാങ്ങ തിരുമ്പടഞ്ഞി മുളക്. ഇപ്പൊ നമ്മളെ ചക്ക കൂട്ടാനും ചിക്കനും കാണിച്ചു നോക്കും. ഞാൻ അപ്പൊ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളെ അടുക്കളയിൽ പോയേക്കാം, ഇരുട്ടാണ്. സോണി ഹായ് എന്നാ ഹായ് കയ്യോണ്ട് എന്താ ഇപ്പൊ എന്താണ് ചക്കക്കൂട്ടാനാട്ടോ, കണ്ടില്ലേ? അടിപൊളി ചക്കക്കൂട്ടാനാണ്. തേങ്ങ കരച്ച് നമ്മളവിടെ വെക്കും പോലെ മഞ്ഞളും മുളകിട്ടോ നല്ല വെച്ചത്. നല്ല തേങ്ങയും ജീരകം ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് വെച്ച ചക്കക്കൂട്ടാന്. അയ്യോ ചിക്കന്റെ കറി മാത്രമല്ല, കഷ്ണമുള്ളത് ഇവിടെ ഉണ്ട്. അതാട്ടോ അത് ചക്കയാണ്. ചൂടുണ്ട് കേട്ടോ. ചിക്കൻ കറി ചക്കയ്ക്കുള്ള ചിക്കൻ കറിയാണ്. ചക്കയ്ക്കുള്ള ചിക്കൻ വെള്ളത്തോട് വെച്ചില്ലേ, കൊറേ കറിയൊക്കെ വെച്ചാൽ കൊറേ ആൾക്കാരുണ്ട്. നമ്മള് ജനസംഖ്യ കൂടുതലാ, അപ്പൊ നല്ല രസമാണ് കേട്ടോ. അത് വെള്ളാണെങ്കിലും എല്ലാരും കൂടി ഇരുന്നിങ്ങനെ തിന്നുമ്പോ വേറെ രസമാണ്. ഈ മാങ്ങ ഞങ്ങൾ പോന്നപ്പോ അവിടെ ഉണ്ട് ഒരു വണ്ടിയിൽ കേട്ടോ. അപ്പൊ മാങ്ങേന്റെ സീസൺ അല്ലേ, അപ്പൊ ഉണ്ട് അവിടെ വണ്ടിയിൽ. അപ്പൊ ഞങ്ങൾ കുറച്ച് മാങ്ങ വാങ്ങി, അത് ഉപ്പും കൂടി സന്ധ്യച്ച് നമുക്ക് തിരുമ്പാങ്ങ തിന്നാ. റെസ്റ്റ് എടുക്കണെന്ന് ഉച്ചമയക്കം കഴിഞ്ഞ് മാങ്ങപ്പ തരാട്ടോ. മാങ്ങ തിന്നോ വയല് കൊടുക്കാം. അവിടെ ഇപ്പൊ പോന്നിച്ചാലേ ഇനിയിപ്പൊ സ്കൂൾ പറഞ്ഞപ്പോ ഈ വരവും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇന്നെല്ലാരും ഒരു കൂടല്. രാത്രി നമ്മൾ അങ്ങോട്ട് പോകും. വർത്തനം പറ്റത് സന്ധ്യക്ക് ഞങ്ങൾ ഇവിടെ വെക്കണം, പക്ഷെ ഞങ്ങളിവിടെ നിക്കൂല. ഞങ്ങൾ കേട്ടോ സന്തോഷേട്ടന് ഇവിടെ നിക്കണേ ഇഷ്ടമല്ല. ഇവിടെ കിടന്ന് ഉറക്കം വരില്ലാന്ന്. സിന്ധിച്ചെന്തിക്ക് പോണം. അപ്പൊ സിന്ധിച്ചെന്താ പണ്ടുപോലെ കിടക്കുക. അതാണ് ആ മോയലിന് വിഷം കൊണ്ടിട്ടെടുത്താ മനോ
എന്താണ് പിന്നെ മൊയിലടിച്ച് അപ്പൂസ് അങ്ങോട്ട് കയറി. സിന്ധേച്ചി രണ്ടാമത്തെ മാങ്ങണ്ടിയാ തിന്നുന്നത്. അഞ്ച് മാത്രമേ ഉള്ളൂ. അത് മൊത്തം കഴിയുമ്പോ അനിയത്തി ചെത്തി ചെത്തി എടുത്തിട്ടുണ്ട്. കാണിക്കരുത് കാണിക്കുക. അത് കാണിക്കേ. വെളിച്ചെണ്ണ ഒഴിച്ചാ അതിനാണല്ലേ പച്ചല്ല. ഇതില് വെളിച്ചെണ്ണ ഒഴിക്കില്ല, പഴുത്ത നല്ലത്. മുളക് പൊടി കുറച്ചിട്ടാക്കോ. മതി മതി മതി. ഇത് കണ്ടിട്ട് നല്ല മുളക് പൊടിയാണ്. അപ്പൊ ഇത് മാങ്ങ സാധാരണ കുരുമുളക് ഇട്ടിട്ടാണ് തിരുമല്. പക്ഷെ കുരുമുളക് ഇവിടെ ചിലർക്ക് ഇഷ്ടല്ലായിരുന്നു കുരുമുളകിന്റെ പൊടി. അപ്പൊ ഞങ്ങൾ സാധാ മുളക് പൊടി ഇഷ്ടമല്ലാത്ത കേടില്ല. ഇതിപ്പോ ആർക്കും ഇഷ്ടമല്ല തോന്നുന്നത്. ഈ ഉപ്പ് മുളകും തിരുമ്പണ ആർക്കും ഇഷ്ടമല്ല തോന്നി. ഞാൻ അത് കൊണ്ടിട്ട് പോയാലോ. ഞങ്ങൾ ഇപ്പോൾ ചോറിട്ടുള്ളൂ. ഞങ്ങളിപ്പോ ചിക്കനും ചക്കക്കറി ചോറും തിന്നിട്ടുള്ളൂ. അതിനേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഉണ്ടായപ്പോ എടുത്തു. പിന്നെ സന്തോഷം ഒരു ബോധി കിടക്കണ്ട. അല്ല എങ്ങനെ ഇത് തിന്നമ്മള് ഇല എടുക്കണോ? ഇതെങ്ങനെ വെച്ചാ വായലിട്ട് തിന്നാ പൊണ്ണിന്റെ ഇഷ്ടം കിട്ടാൻ അത് മതി. വ്യത്യാസം ഇനി എവിടെ കിട്ടിയ പൊടണീൻ്റെ അടുത്തടാ. ആ മതി, അത് കീറിയാ മതി. കുറച്ച് ഇവിടെ ഞാനൊന്നും പറയല എടുത്തിട്ട് കുഞ്ചിച്ചിട്ട് പാട്ട് അപ്പൊ അവളെ പേര് ഷംലാന്ന് കേട്ടോ. 10ാം ക്ലാസ്സിൽ കണ്ടതിന്റെ ശേഷം ഇപ്പൊ 20 വർഷമായിട്ട് ഇപ്പൊ ഞങ്ങള് വീഡിയോ കണ്ടോള്. അപ്പൊ ഞാൻ തന്നെയാണ് സംശയമൊക്കെ. പിന്നെ സംശയം തീർത്തു. അപ്പൊ പറഞ്ഞു എന്താ എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഫാമിലിനെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നമ്മ ഷംലക്ക് കായ് കൊടുത്ത് ഇതാട്ടെന്റെ ഷംല എന്റെ നാത്തുമാര് രണ്ടാള്. ഇത് ചെറുത് ഇത് വലുത്. അറിയാത്തോണ്ട് പറഞ്ഞു തരാട്ടോ. ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ നമ്മളെ വീഡിയോ. അപ്പൊ എന്റെ നാത്തുമാരപ്പാണ്. നാളെ പോകും. എന്താ ഇപ്പൊ ഇതൊക്കെ നമ്മളെ വീഡിയോ കാണണേ. ചേച്ചി ടോമാതിരികളുണ്ടോ? ടോമാതിരി കാണുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ സാധാരണ ടോമ ചെറിയോ എന്നോടാവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ എടുക്കലില്ലത്. സ്വാതി സ്വാതി വേണമെങ്കിൽ വന്നോ? നമ്മളെ ഇപ്പൊ ഇവിടെ സ്വാതി കുട്ടീനെ എടുത്തേക്ക. നമ്മളെ മാങ്ങ എന്താ ഇതെത്ര മനുവിന്റെ അടുത്തേക്ക്. മനു അവിടെ പോയി. ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കാം. അപ്പൊ കണക്കായിക്കോളും. മാങ്ങ എങ്ങനെ കുട്ടികളെ ഓരോന്നെടുക്ക്. അപ്പൂസ് വാ. എന്താണോ അപ്പൂസ് എടുക്ക. അപ്പൂസ് എടുത്തോ? ആന്റിന്റെ പൊന്നിന്. ആന്റിന്റെ പൊന്നാണത്. മനുവിന് ആ കുട്ടിയെ സച്ചുട്ടിയെ ഞാൻ എന്നെടുക്ക. ഇങ്ങക്ക് വേണല്ലേ? അമ്മ എങ്ങനെ ഉണ്ട്? അമ്മ അടിപൊളിയാ. എങ്ങനെയുണ്ട് മാങ്ങ? നിങ്ങള് ഞാന് ഇതാ നമ്മളെ ചേട്ടൻ പിന്നെ ഇത് മനു. മഴയുള്ളതിരുന്ന അപ്പൊ ഞങ്ങള് കഴിക്കട്ടല്ലേ? എങ്ങനെയുണ്ട് മാങ്ങ? ഉഷാറായോ? നിങ്ങള് പറയും. നിങ്ങളെ ഉണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളാണ് പറയണ്ടത്. ഞാൻ ഉണ്ടാക്കിയത് ഞാനല്ല നിങ്ങളെ പറയണ്ടത്. രസമൊക്കെ ഉണ്ട്. എന്നാലും ഒരു കുറ്റം പറയാനൊരു സമാധാനം. കുറച്ച് ഉപ്പാകുന്നു. എങ്ങനെയുണ്ട് മാങ്ങ? കിടിലനാ? സോണി അടിപൊളി. സോണി എങ്ങനെയുണ്ട്? അപ്പൂസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് കഴിക്കട്ടെ. അങ്ങനെ നമ്മള് മാങ്ങയൊക്കെ തിന്നുട്ടോ. ഇനിയിപ്പോ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. മഴ ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട്. നോക്കി ചക്ക. ഒരു കഷ്ണം മൂത്തുണ്ട്. മറ്റേത് 2 കഷ്ണം മൂക്കാത്ത. ഒന്ന് ഇട്ടപ്പോ ഇങ്ങനെ ചാടിയതാ ചക്കേന്റെ മുളക്കൂടെ. അതിന്റെ പകുതിയാണോ വെച്ചത്? നമ്മൾ കറി വെച്ചതാ. അതിന്റെ പകുതി ഒരു കഷ്ണം വേറെ എടുത്തിട്ട് ഒരു ചക്ക മുഴുവൻ എടുത്തിട്ട് കറി ഉണ്ടായി. അപ്പൊ ഒരു ദിവസം ഞങ്ങളെ ചക്കയ്ക്ക് പൂതി പറഞ്ഞപ്പോ
പെങ്ങൾക്ക് ടെൻഷന് ഞങ്ങൾ വന്നിട്ട് ചക്കക്കൂട്ട ഉണ്ടാക്കണൊക്കെ പറഞ്ഞു. അപ്പൊ ചക്കക്കൂട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഇപ്പൊ പൊളി നമുക്ക് ഇവനെ കൊണ്ടുപോവാ എടുക്കാൻ ബെസ്റ്റാ ചക്കന്റെ കറി ചിക്കന്റെ കറി തന്നെ പൊളി. ഈ രാത്രി നമ്മള് ഇത് വരുന്നല്ലേ വീട്? ഈ വീട് വരുന്നല്ലേ? ഈ വീട് വരുന്നല്ലേ? ഇവരെ അച്ഛമ്മേന്റെ അച്ഛമ്മേന്റെ അനിയന്റെ വീട്. പിന്നെ നമുക്ക് ഇന്നേ ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കാനുണ്ട്. നമ്മളെ പെരിന്തൽമണ്ണന്ന് വന്ന വാസുവേട്ടന്റെ ഭാര്യ സുഭദ്ര സുഭദ്ര ചേച്ചി, അതായത് തങ്കു എന്ന് വിളിക്കുന്ന സുഭദ്ര ചേച്ചീന്റെ പിറന്നാളാണ് കേട്ടൊന്ന്. അപ്പോൾ നമ്മള് ഫോണിൽ കൂടെ ഒന്നും ഇങ്ങനെ വിഷ് ചെയ്തു, പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഞാൻ വിളിച്ചന്വേഷിച്ച്. അപ്പോൾ അപ്പോൾ എന്താ പറയാ, സുഭദ്ര ചേച്ചിക്ക് 1000 ജന്മദിന ആശംസകൾ നേരുകയാണ് ഞങ്ങളെ വക. ഒരു നാടൻ ഫാമിലിന്റെ സ്പെഷ്യൽ വിഷസ്. ഒരുപാട് കാലം അതെ സൗഖ്യത്തോടെ അതന്നെ ഇരിക്കാൻ വേണ്ടിട്ട് സർവേശ്വരൻ തുണക്കട്ടെ എന്ന് ആഗ്രഹിക്കാണ്, അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ അമ്മയാണ് കേട്ടോ. കാരണം വെച്ചാൽ അത്രയും ബന്ധാണ് കേട്ടോ തമ്മില്. ഇക്കൊക്കെ വയ്യാതെയൊക്കെ കിടന്ന സമയത്ത് നേരത്തിന് എന്തിനെ മാറി വെച്ച് അങ്ങനെ ഒരു അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ പരിപാലിച്ച ഒരാളാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്, അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്ക്. പറയാനൊന്നും അങ്ങനെ അറിയണ പോലെ ഞാൻ പറഞ്ഞാണ്. ഫോട്ടോ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ സുഭദ്ര ചേച്ചിനെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫോട്ടോ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ശ്രീജ ചേച്ചി ഉണ്ട്, കണ്ണൂരുള്ള ശ്രീജ ചേച്ചീൻ്റെ വാർഷികമാണെന്ന്. 25ാമത്തെ വാർഷികമാണ്. പക്ഷെ ഞാൻ ആളെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ ഏട്ടൻ്റെ പേരെന്താ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. ചേച്ചിൻ്റെ പേര് ശ്രീജ എന്നാണ്. അപ്പം ഞാൻ ഈ രണ്ട് വിഷസ് മാഷെന്നാ വിളിക്കുക. മാഷാണ് ആളെ പേരാണെങ്കിൽ കറക്റ്റ് കിട്ടണില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടി ഞാൻ ചേച്ചിനെ വെച്ചപ്പോൾ എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഈ 2 വിഷസും ഞാൻ ഓരോടൊന്നും വിളിച്ച് പറയാതെയാണ് സർപ്രൈസ് ആയിട്ട് വിഷ് ചെയ്തതാണ്. അപ്പോൾ ശ്രീ ചേച്ചിക്കും മാഷിക്കും ഞങ്ങളെ വക ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഈ രണ്ട് കുടുംബത്തെയും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെന്താ, ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിട്ട് സിന്തേച്ചിൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ. അവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കിന് സിന്തേച്ചിൻ്റെ വലിയ മോന് ഒരു കടയിലാണ് ഈ ഫ്രെയിമൊക്കെ ചെയ്യൂലേ, ലാമിനേഷൻ അങ്ങനത്തെയൊക്കെ ഫ്രെയിമിങ്ങും മെയിനായിട്ടുള്ളത്. പിന്നെ മൊമെൻറ്റോസൊക്കെ ഉണ്ടാക്കണേ അതെ. അപ്പം അങ്ങനെ ഓന് രാത്രിയിലാണ് വരിക. അതേപോലെ ഏട്ടൻ പണിക്ക് പോയതാണ്. ഈ പടവിൻ്റെയൊക്കെ ആളാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ പടവിന് വരുന്ന അങ്ങനെ. അപ്പോൾ വൈകുന്നേരത്ത് എത്തും. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകണം. എല്ലാവർക്കും അല്ല, സിന്തേച്ചിയും സ്വാതിയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടേക്കാണ് പോണ കിടക്കാൻ. അമ്മ ഇവിടെ തന്നെ നിൽക്കണല്ലേ, ഇവിടെ അല്ലേ അങ്ങോട്ട് വരും. അമ്മ പറഞ്ഞാല് ഇവിടെ തന്നെയാണ് അമ്മേന്റെ വീട്. ഒക്കെ ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങിയാലും അമ്മേന്റെ വീടാണ്. കുറെ വട്ടം കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മേന്റെ വീടും അമ്മേന്റെ മക്കളെ വീട് അപ്പുറം ഇപ്പുറമാണ്. അപ്പൊ അമ്മേന്റെ വീട്ടിൽ ഇപ്പൊ അമ്മയ്ക്ക് അമ്മല്ല, ഏട്ടനാണുള്ളത്. ഏട്ടനും നാത്തൂനുണ്ട്. അപ്പൊ ഓരോരുത്താണ് കുറെ ദിവസമായി ഓരോരുത്ത് പോയിട്ട് എന്ന് പറഞ്ഞു. ഓരോപ്പം നിന്നിട്ട് അപ്പൊ അമ്മ അവിടെ നിൽക്കും, ഞങ്ങൾ സിന്തേച്ചിൻ്റെ അടുക്കും പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇനി ബാക്കി വിശേഷമൊക്കെ ഇനി സിന്തേച്ചിനോടെ പോയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ സന്ധ്യേച്ചിനടുത്തുള്ള ഇവിടുത്തെ ചെറിയ വിശേഷം നിർത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ ഒരു പുതിയ വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.